നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം. കേരളത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളുടെയും കൂട്ടായ ഒരു സഭയാണ് മാർഗദർശക മണ്ഡലം. ആ മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കഴിഞ്ഞ 14 ദിവസങ്ങളായി നടന്നു വരുന്ന ഒരു യാത്രയാണ് ധർമ്മ സന്ദേശ യാത്ര. അതിൻ്റെ സമാപനമാണ് ഇന്ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ. അതിനെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇദ്ദേഹം സംപൂജ്യ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി മാർഗദർശക മണ്ഡലത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഈ യാത്രയുടെ മുഖ്യ സംയോജകനുമാണ്. അപ്പുറത്തിരിക്കുന്നത് സംപൂജ്യ സ്വാമി വേദാമൃതാനന്ദപുരി, അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള സീനിയർ സ്വാമിയാണ്. ഈ മാർഗദർശക മണ്ഡലത്തിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പുറത്തിരിക്കുന്നത് സംപൂജ്യ സ്വാമി ഡോക്ടർ ധർമാനന്ദ സ്വാമികളാണ്. അദ്ദേഹം രാമാനന്ദ ആശ്രമങ്ങൾ 22ഓളം ശാഖകളുള്ള രാമാനന്ദ ആശ്രമങ്ങളുടെ മുഴുവൻ മഠാധിപതിയാണ്. ഈ മാർഗദർശക മണ്ഡലത്തിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞാൻ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, ദയാനന്ദ ആശ്രമം പാലക്കാട് മഠാധിപതിയാണ്. ഞാനും ഒരു മാർഗദർശക മണ്ഡലിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സീനിയറായിട്ടുള്ള ജനറൽ സെക്രട്ടറി സ്വാമിജി സംസാരിക്കും. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കേരളത്തിലെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ധർമ്മസന്ദേശ യാത്ര കഴിഞ്ഞ 16 ദിവസമായി നടന്നു വരുന്നത് എല്ലാവർക്കും അറിവുള്ളതാണെന്ന് കരുതട്ടെ. സന്യാസിമാരെ ഈ ഒരു യാത്രയ്ക്ക് ഇറക്കിയത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ചില പ്രശ്നങ്ങളിലേക്ക് അത് അഭിമുഖീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത് കേവലം ഹിന്ദു സമാജത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നുമില്ല. കാരണം പൊതുസമൂഹത്തെ കൂടി ബാധിക്കുന്ന ചില സംഗതികൾ അത് ഹിന്ദു സമാജവും അനുഭവിക്കുന്നുണ്ട്. ഹിന്ദു സമാജം എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹമായിരിക്കുന്നിടത്തോളം, അത്രയും ആയിരിക്കുന്നിടത്തോളം ഈ സമാജം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് അനുഭവിക്കുന്നു എന്നുള്ളത് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളവരും അനുഭവിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പൊതുസമൂഹത്തിൻ്റെ തന്നെ വിഷയമാണ്. കേരളത്തിന് അടുത്ത കാലത്തായിട്ട് കേരളം ഭാരതത്തിൻ്റെ ഒരു ഭാഗം അല്ല, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സ്വത്വം, ഒരു പാരമ്പര്യം, അതിൻ്റെ ഗുണങ്ങളല്ല കേരളത്തിനുള്ളത് എന്നൊരു പ്രചരണം വളരെ വ്യാപകമായിട്ട് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട്. പല വൈദേശിക കൂട്ടായ്മകളുടെ ഒരു സംസ്കാരം, അതിൻ്റെ ഒരു സങ്കര സ്വഭാവമാണ് കേരളത്തിന് എന്നൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കലിൻ്റെ ഫലമായിട്ട് ഭാരതം മുന്നോട്ട് വെച്ചിട്ടുള്ള പല നന്മകളെയും പല മൂല്യങ്ങളെയും ധ്വംസിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അത് ഏത് മേഖല എടുത്ത് നോക്കിയാൽ, ഉദാഹരണത്തിന് നമസ്കരിക്കുന്ന കാര്യത്തിലാണെങ്കിലും പാദനമസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഈ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ ആചരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കാവുകളുടെയും കുളങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാലുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ സമഗ്രമായി ഇതൊന്നും ആർക്കും, ഈ സാധാരണ ആളുകൾക്ക് ഒരു ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ പ്രകൃതി സംരക്ഷണത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഒക്കെ ആയിട്ട് ചില മൂല്യങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരമായിട്ട് നിലനിർത്തി പോന്നിരുന്നതാണ്. പക്ഷെ അതുപോലും അപമാനിക്കപ്പെടുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട്. ആ അപമാനിക്കപ്പെട്ട് അങ്ങനെയുള്ള ഒരു സംഗതികൾ ഇങ്ങനെ എത്തിച്ച് നമ്മുടെ കേരള സമൂഹം, വിശേഷിച്ചും ഹിന്ദു സമാജത്തിനകത്ത് തന്നെ ഉണ്ട്. അതുകൂടി ഇതിനകത്ത് ഒരുതരം നിഷേധ സ്വഭാവം, ഒരുതരം അരാജക സ്വഭാവം
അക്രമ സ്വഭാവം, ഇതൊക്കെ വ്യാപകമായിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഏറ്റവും ഭദ്രമായിട്ട് ലോകത്തിലെ ഏറ്റവും ഭദ്രമായിട്ട് ഒരു കുടുംബം എന്നുള്ള ഭദ്രത നമ്മൾ അനുഭവിച്ചതാണ് പൂർവ്വകാലത്ത്. അതിൻ്റെ ഭദ്രതയിലാണ് നമ്മളൊക്കെ ജീവിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ഭദ്രത നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നില്ല. 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ ഡൈവോഴ്സിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ കുടുംബ പശ്ചാത്തലം നശിക്കുന്നു. അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതകൾ, ഇതെല്ലാം നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കി, ആത്മഹത്യാ പ്രവണതകൾ കേരളത്തിൽ വളരെ വർദ്ധിച്ചിരിക്കുന്നു. ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ഏറ്റവും കൂടുതൽ രോഗികൾ, ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾ, ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ, ഇതെല്ലാം വ്യാപിച്ച് കാണുന്നത് കേരളത്തിലാണ്. ഇതെല്ലാം ഈ ഒരു ക്രമബദ്ധത വിട്ടുപോയപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കേരളീയ സമാജം, ഹിന്ദു സമാജം മാത്രമെന്നല്ല പറയുന്നത്, കേരളീയ സമാജം തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. കാരണം ഈ അരാജകത്വവും നിഷേധ സ്വഭാവമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹൈപ്പർ ടെൻഷനിലേക്ക് നമ്മളെ നയിക്കും. നമ്മളെല്ലാവരെയും നിഷേധിക്കാൻ തുടങ്ങും, അവിടെ ക്വസ്റ്റ്യനിങ് തുടങ്ങും, നിഷേധം തുടങ്ങും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. അത് നമ്മളെ രോഗങ്ങളിലേക്ക് നയിക്കും. ഈ രോഗാവസ്ഥകളൊക്കെ കൂടെ എത്തിച്ചിട്ട് നമ്മൾ ടെൻഷനൊക്കെ കൂടിയിട്ട് നമ്മൾ വ്യാപകമായ രീതിയിൽ ലഹരി ഉപയോഗത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് വിശേഷിച്ചും യുവത്വത്തിനിടയ്ക്ക് രാസലഹരികൾ ഉപയോഗിക്കുന്ന പ്രവണത വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൂടെ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കേവലം ഹിന്ദു സമാജത്തെ മാത്രം ബാധിച്ചിട്ടുള്ള വിഷയങ്ങളല്ല ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. പക്ഷേ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് ഹിന്ദു സമാജത്തോടാണെന്ന് മാത്രമേ ഉള്ളൂ. അഭിസംബോധന ചെയ്യുന്നത് ഹിന്ദു സമാജത്തോടാണ്. കാരണം ഈ സമാജത്തിനകത്ത് ഭദ്രത ഉണ്ടാകുക, അത് ഭൂരിപക്ഷ സമൂഹമായതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച പൊതുസമൂഹത്തിലേക്കും വ്യാപിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ നമ്മുടെ ഈ കേരളത്തിൻ്റെ സ്വഭാവം, നഷ്ടപ്പെട്ടു പോയ ഈ മൂല്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ആചരണങ്ങളുടെയും മൂല്യങ്ങളുടെയും ഭാഗമായിട്ടാണ് നമ്മുടെ കാർഷിക സംസ്കൃതി ഇവിടെ നിലനിന്നിരുന്നത്. കാർഷിക സംസ്കൃതിയിൽ ആ തനതും പാരമ്പര്യ മൂല്യങ്ങളെല്ലാം നിലനിർത്തിയിരുന്നു. കൃഷി ഇറക്കുമ്പോൾ, വിളവെടുക്കുമ്പോൾ, ഇതെല്ലാം വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം നശിക്കപ്പെട്ടു. അത് നശിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കൃഷി ഇപ്പോൾ ഇല്ലാതെയായി. കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതി നഷ്ടപ്പെട്ടു. വാണിജ്യ മേഖലയിൽ വിശേഷിച്ചും ഹിന്ദു സമാജം വാണിജ്യ മേഖലയിൽ ഒരുപാട് പുറകോട്ട് തള്ളപ്പെട്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. പല വൈദേശിക ശക്തികളൊക്കെ ഇവിടുത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക മേഖലകളൊക്കെ കൈയടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈ തദ്ദേശീയരായിട്ടുള്ള മലയാളികൾക്ക്, വിശേഷിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായിരിക്കുന്ന ഹിന്ദു സമൂഹത്തിന് ഇവിടെ ജീവിക്കുക ദുസ്സഹമായിട്ട് ആയിത്തീരുന്ന ഒരു നിലയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സമാജത്തെ ഞങ്ങൾക്ക് ബോധിപ്പിച്ചാൽ മതിയാകും. ആ സമാജത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാതെ നമ്മുടെ സമൂഹത്തിനകത്ത് ജാഗ്രത ഉണ്ടാവണം. ആ ജാഗ്രത നമുക്ക് എല്ലാവർക്കും നന്മയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം, പൊതുസമൂഹത്തിന് കൂടി നന്മയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നാണ്. സന്യാസിമാരല്ലാതെ വെറുതെ ഇറങ്ങേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ആശ്രമങ്ങളിൽ എന്തെങ്കിലും പഠിക്കുകയോ എന്തെങ്കിലും മന്നം ചെയ്യുകയോ ചെയ്തിരുന്നാൽ മതി. പക്ഷേ അവിടെ നിന്നാണ് ഈ മുഴുവൻ സമൂഹത്തോടുള്ള ഒരു ബാധ്യത നിറവേറ്റുന്നതിന് ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ യാത്രയുമായിട്ട് ഇത്രയും ത്യാഗനിർഭരമായിട്ട്, വളരെ പ്രായമുള്ള സന്യാസിമാരൊക്കെ ഉണ്ട്, എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് ഞങ്ങൾക്ക് ഒരു വലിയ വിഷമമുണ്ടായി. ഇത്രയും സങ്കല്പത്തോടു കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരെയും അറിയിക്കണമെന്ന രീതിയിൽ വലിയൊരു മൈതാനമാണ് ഇവിടെ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അത് അവസാന സമയത്ത് അത് മാറ്റിക്കളഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്താണ് വെച്ചിരുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചത് അവസാനത്തെ നിമിഷം, 2-3 ദിവസം മുമ്പാണ് അത് പറയുന്നത്, അത് ഞങ്ങൾക്ക് വേറെ കൊടുക്കണം. അവസാന സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഗാന്ധി പാർക്കിലാണ് ഇപ്പോൾ ചെയ്യും. അപ്പോൾ നമ്മുടെ ഏത് വിഭാഗത്തിൽ നിന്നാണോ ഇങ്ങനെയുള്ള ധ്വംസനങ്ങളൊക്കെ നടക്കുന്നത് എന്നേ കരുതാൻ പറ്റുള്ളൂ. ഏത് വിഭാഗത്തിൽ നിന്നാണോ ഈ പറയുന്ന സനാതന മൂല്യങ്ങൾ, അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മം, പാരമ്പര്യം, കേരളത്തിൻ്റെ സ്വത്വം, നന്മകൾ, ധാർമ്മികത തുടങ്ങിയതിനെയൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് വ്യാപകമായിട്ട് ഭാഷയിലും സാഹിത്യത്തിലും ഒക്കെ മാറ്റങ്ങളായിപ്പോയി. നമ്മുടെ ഭാഷ, പഴയ ശുദ്ധഭാഷയൊന്നും നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ ശുദ്ധഭാഷയൊക്കെ മാറ്റിയിട്ട് അശ്ലീലവും അസഭ്യവും ഒക്കെ നിറഞ്ഞ ഭാഷയിലേക്ക് എത്തി. പല വാക്കുകളും നമ്മുടെ ആ ശുദ്ധത മുഴുവൻ പോയി, അതിൻ്റെ ശുദ്ധരൂപമൊക്കെ പോയി, പ്രാഗ്രൂപം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് എങ്ങനെ കേരളത്തെ നമുക്ക് എത്തിക്കാൻ പറ്റും, അതിനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ ഇത് എതിർത്തെന്ന് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. പുത്തരിക്കണ്ട മൈതാനത്ത് ഇവിടെ നടക്കാൻ പാടില്ല എന്ന രീതിയിൽ അത് മാറ്റിയത്, ഇങ്ങനെയൊക്കെ കേരളത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ഞാൻ കഴിയുമ്പോൾ അത് വളരെ ഖേദമുണ്ടാക്കിയ കാര്യമാണ്. ഏതായാലും അതിനീ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങളുടെ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ഗാന്ധി
പാർക്കിലാണ് ഈ പരിപാടി വൈകുന്നേരം 5 മണിക്ക് നടക്കുന്നത്. മുതിർന്ന സന്യാസിമാരെല്ലാം, കേരളത്തിലെ എല്ലാ പരമ്പരകളിലെയും മുതിർന്ന സന്യാസിമാരെല്ലാം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ചിന്മയ മിഷൻ്റെ അധ്യക്ഷനുണ്ട്, ശിവഗിരി മഠത്തിൻ്റെ അധ്യക്ഷൻ സച്ചിദാനന്ദ സ്വാമിജിയുണ്ട്, അതുപോലെ തന്നെ ശ്രീരാമദാസ മിഷൻ്റെ അധ്യക്ഷൻ ശക്തി ശാന്താനന്ദ മഹർഷിയുണ്ട്, രാമകൃഷ്ണ മിഷൻ്റെ അധ്യക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ മഠങ്ങളുടെയും തീർത്ഥപാദ ആശ്രമത്തിൻ്റെ മുഴുവൻ അധ്യക്ഷൻ ഇവിടെ നമ്മുടെ യോഗത്തിൽ വരുന്നുണ്ട്. രാമാനന്ദ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ അധ്യക്ഷൻ ഡോക്ടർ ധർമാനന്ദ സ്വാമിജി ഇവിടെ ഉണ്ട്. അതുപോലെ സമ്പോധ് ഫൗണ്ടേഷൻ്റെ കേരള അധ്യക്ഷൻ അധ്യാത്മാനന്ദ സ്വാമിജി ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും അമൃതാനന്ദമയ മഠത്തിൻ്റെ സന്യാസിമാർ അവിടുന്ന് കൂടുതലായിട്ടും അമൃത മഠത്തിൽ നിന്ന് ബ്രഹ്മചാരിണികളും സീനിയറായിട്ടുള്ള സന്യാസിമാരും വിശേഷിച്ച് ഇവിടെ തിരുവനന്തപുരത്തുള്ള ശിവാമൃതാനന്ദ സ്വാമിജി ഒക്കെ എല്ലാവരും ചേർന്നുകൊണ്ടാണ്. എല്ലാവരും ഈ പറയുന്ന അവസാനത്തെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരേ സ്വരത്തോടു കൂടി, ഒരേ മനസ്സോടു കൂടി, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദു സമാജത്തെ മാത്രം ഉദ്ദേശിച്ചല്ല, ആ നന്മ ഹിന്ദു സമാജത്തിനകത്ത് ഈ മൂല്യ സംരക്ഷണത്തിൽ കൂടി ഞങ്ങൾ ഉണ്ടാക്കുന്ന നന്മ പൊതുസമാജത്തിൽ കൂടി എല്ലാവർക്കും ഉണ്ടാകണം എന്ന സങ്കല്പത്തോടു കൂടിയാണ് ഈ സന്യാസിമാരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, സങ്കല്പിക്കുന്നത്. അപ്പോൾ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗുരുരത്നം ജ്ഞാനതപസ്യ ഉണ്ടാകും. ഒരു പ്രസ്ഥാനങ്ങൾ മാറിയല്ലോ, എല്ലാ മഠങ്ങളും നമ്മുടെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇത് കേവലം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയുടെ മാത്രം ഒരു ഇതായിട്ടല്ല അവതരിപ്പിക്കുന്നത്, കേരളത്തിൽ സംസ്ഥാനത്തിൽ മുഴുവനായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിലുള്ള വാർത്തയായിട്ടാണ് ഇത് എത്തിക്കേണ്ടത്. അത് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, സംസ്ഥാന തലത്തിലുള്ള വാർത്തയായിട്ട് തന്നെ ഇത് എടുക്കണം നാളത്തേക്ക്. അപ്പോൾ അതിലേക്ക് കൂടി എല്ലാവരും ശ്രദ്ധ വേണം. നമ്മൾ ഇത് യാത്ര തുടങ്ങിയത് തന്നെ കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ്. ഗോകർണനാഥേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് മംഗലാപുരത്ത് നമ്മുടെ നാരായണ ഗുരുദേവൻ, കേരളത്തിൽ നമ്മുടെ ആചാര്യനായിരുന്ന നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ നിന്നാണ് ദീപം ഏറ്റുവാങ്ങിയത്. ആ ഏറ്റുവാങ്ങിയ ദീപം അതുപോലെ തന്നെ അവിടെ ഗുരുസങ്കല്പത്തിൽ, പാരമ്പര്യത്തെ നമ്മൾ എടുക്കുന്നതിനുള്ള ആ ഗുരുസങ്കല്പത്തിലുള്ള ഒരു പാദവും കൂടി നമ്മൾ അവിടെ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ഏറ്റുകൊണ്ടാണ് ഞങ്ങൾ യാത്രയും തുടങ്ങിയിരിക്കുന്നത്. 7-ാം തീയതി മുതൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. അങ്ങനെ ഓരോ ജില്ലകളും കടന്ന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തി സമാപനമാകുകയാണ്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. നമ്മൾ നാഷണൽ രീതിയിൽ തന്നെ വാർത്ത കൊടുക്കുക. ഇത് സംസ്ഥാന സ്റ്റേറ്റിൻ്റെ മാത്രമല്ല, നാഷണൽ രീതിയിൽ, കാരണം അങ്ങനെയാണല്ലോ നിൽക്കുന്നത് ഹിന്ദു സമാജത്തിന്. അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ തന്നെ വാർത്ത കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവരോട് എത്തണമെന്നുകൂടി ഞങ്ങളുടെ സങ്കല്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലാ മാധ്യമപ്രവർത്തകർക്കും അങ്ങോട്ട് സ്വാഗതവും കൂടി പറയുക. ഇത് ഞങ്ങൾ പെട്ടെന്ന് തുടങ്ങിയ ഒരു പദ്ധതിയല്ല. കഴിഞ്ഞ 2 വർഷത്തെ ആലോചനകൾക്ക് ശേഷം കേരളത്തിലെ ഏതാണ്ട് 26ഓളം വരുന്ന ആശ്രമ പരമ്പരയിലെ 500ഓളം വരുന്ന എല്ലാ സന്യാസിമാരും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ല തോറും ഞങ്ങൾ ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങളെയും ആശ്രമങ്ങളെയും സമാജങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം സെമിനാറുകളും ചർച്ചകളും മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിൻ്റെ അവസാനമായിട്ട് ആണ് ഓരോ ജില്ലയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെ പ്രതിനിധി സമ്മേളനം, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും നേതൃത്വം കൊടുക്കുന്നവരെ വിളിച്ചുകൊണ്ടുള്ള നേതൃസമ്മേളനവും, ഉച്ച കഴിഞ്ഞ് 4 മണി മുതൽ 7 മണി വരെ പൊതുസമ്മേളനം നടത്തിയത്. ഈ നേതൃസമ്മേളനത്തിൽ ഓരോ ജില്ലയിലും ആയിരക്കണക്കിന് ആളുകൾ രാവിലെയും വൈകുന്നേരങ്ങളിൽ 4000, 5000, 8000 ആളുകളും പങ്കെടുക്കുകയും ചെയ്തു. അവിടെ നിന്നെല്ലാം ആളുകൾ ഞങ്ങളുടെ പ്രസംഗം മാത്രം കേൾക്കുകയല്ല, ഞങ്ങൾ ചോദ്യോത്തര രീതിയിലുള്ളതാണ്. ആയിരക്കണക്കിന് ചോദ്യങ്ങൾ, നിർദ്ദേശങ്ങളാണ് ഹിന്ദു സമൂഹത്തിനും സന്യാസിമാരും ഇന്നത് ചെയ്യണമെന്ന് പൊതുജനങ്ങളും പ്രതിനിധികളും എല്ലാം ഞങ്ങൾക്ക് എഴുതി തന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജില്ലയിൽ പോലും ഈ പരിപാടികൾക്ക് സ്ഥാനം മാറ്റുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഉണ്ടായത്. അതിൻ്റെ ഈ 14 ദിവസം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെയും നടക്കുന്നു, ഒപ്പം ഈ സമാപനവുമാണ് നടക്കുന്നത്. അപ്പോൾ ജനങ്ങൾ എന്താണോ, ഹിന്ദു സമാജം എന്താണോ അവരിപ്പോൾ വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നത്, അവർ ഞങ്ങൾക്ക് ചോദിക്കുകയും പറയുകയും ചെയ്തതിൽ നിന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ നിശ്ചയിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുമായിട്ട്, സമൂഹവുമായിട്ട്, സമാജവുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്.
അതുപോലെ ഇതിൻ്റെ ഈ സ്വാഗത സംഘം രൂപീകരണം തിരുവനന്തപുരത്തായിരുന്നു. അതിൽ 1001 പേരുള്ള കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനാണ് സി രാധാകൃഷ്ണനാണ്. അങ്ങനെ എല്ലാവരെയും നമ്മൾ പ്രത്യേക ഒരു വിഭാഗീയത ഇല്ലാതെ തന്നെ എല്ലാവരും ചേർത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് ധർമ്മസന്ദേശ യാത്ര എന്നുള്ളത്. വികാസങ്ങളും നമ്മുടെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പല വിഷയങ്ങളും ഈ ദേവസ്വം ബോർഡ് തുടങ്ങിയ സംവിധാനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിലുള്ള വേദന ഹിന്ദു സമാജത്തിന് മുഴുവനുമുണ്ട്. ഹിന്ദു സമാജത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന നിലയിലാണ് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ആ കാര്യങ്ങൾ ഹിന്ദു സമാജത്തിന് മനസ്സിന് വ്രണപ്പെടുത്താത്ത രീതി, വേദനിപ്പിക്കാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ ഹിന്ദു സമാജത്തെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ എന്നുള്ള കാര്യം കൂടുതൽ റിസർച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ തോന്നിപ്പോകുന്നത്. കാരണം അത് ഗവനിക്കുന്നതേ ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് ആർക്കും ഒരു റോളും ഇല്ല. ഹിന്ദു സമാജത്തിലുള്ളവർക്ക് ആർക്കും ഒരു റോളും ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലില്ല. ദേവസ്വം ബോർഡ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും നമുക്ക് ആർക്കും തെറ്റില്ല. പക്ഷേ അത് ഈ പറയുന്ന മോഷണത്തിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നല്ലതല്ല. അത് ഭക്തർ ഈശ്വരന് സമർപ്പിക്കുന്ന പണമൊക്കെയാണ്. വിശേഷിച്ചും കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസമൊന്നും ഇല്ലാത്തവരെന്നാണ് സ്വതവേ പറയുന്നത്. നാസ്തികരാണ്, ഞങ്ങൾ യുക്തിവാദികളാണെന്നൊക്കെ അവകാശപ്പെടുന്നവരാണ്. പക്ഷേ അങ്ങനെ അവകാശപ്പെടുന്നവരൊക്കെയാണ് ഇപ്പോൾ ഈ ഭരണത്തിലൊക്കെ വന്ന് കയറി ക്ഷേത്രത്തിൻ്റെ ഭരണത്തിലേക്കൊക്കെ കയറുകയും അതിൻ്റെ കമ്മിറ്റികളിൽ കയറുകയും പ്രസിഡൻ്റായിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ഇപ്പം സ്വർണ്ണമൊക്കെ നിക്ഷേപമൊക്കെ ഉണ്ടായിരുന്ന പല ക്ഷേത്രങ്ങളും സ്വർണ്ണമൊന്നും ഇല്ലെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊക്കെ ഇനി വെളിയിലേക്ക് വരും, നിശ്ചയമായിട്ട് അതൊക്കെ വെളിയിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജാഗ്രതപ്പെടുത്തുക എന്നുള്ളതും ഈ യാത്രയുടെ ഒരു ഉദ്ദേശമാണ്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. ശബരിമലയിലെ വിഷയം കൃത്യമായിട്ട് പല യോഗങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്നും ചർച്ച ചെയ്യപ്പെടും. ഇന്നും അത് പറയും, കൃത്യമായിട്ടും പറയും. ഇതിൽ പ്രതിഷേധമുണ്ട്. അവരത് കത്തുകളായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആയിരക്കണക്കിന് കത്തുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇതിൽ അവരുടെ ശക്തമായ പ്രതിഷേധം അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ ഈ ശാസ്താംകോട്ട ക്ഷേത്രത്തിലൊക്കെ ഒരു സ്വർണം പൂശിയ കൊടിമരം എത്രയോ കോടികൾ മുടക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ അവരുടെ സംഭാവനകൾ. പക്ഷെ ഒരു 3 മാസം പോലും നിന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാലോ ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നത്. അതിപ്പോൾ ആരോടെ നമ്മൾ ചോദിക്കട്ടെ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. ഇതിൻ്റെ തുടർച്ച കൃത്യമായിട്ട് ഉണ്ടാകുന്ന രീതിയിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആശ്രമങ്ങളിൽ ഒതുങ്ങിയുള്ള ഒരു ജീവിത പദ്ധതിയിൽ നിന്ന് അതിനപ്പുറത്തേക്ക് സമാജത്തിനകത്തേക്ക് തുറന്നിറങ്ങുന്ന ഒരു സന്യാസി സമൂഹത്തെ ആയിരിക്കും കേരളം കാണുന്നത്.